സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാളംപുളി, അതുപോലെ കുടംപുളി, പിന്നെ തക്കാളി, ഇതൊക്കെ ഇട്ടാൽ നല്ല രസമാണ് മീൻകറിയിൽ പുളി. പക്ഷേ അതേപോലെ തന്നെ ഒരു പക്ഷേ തോന്നാം കുറച്ചുകൂടി ടേസ്റ്റാണ് നമ്മളെ മാങ്ങ ഇട്ടാൽ. പ്രത്യേകിച്ച് നമ്മൾ നല്ല പുളിയുള്ള നാടൻ മാങ്ങകൾ ഇട്ടിട്ട്, മത്തി അയല അതുപോലെ ചെമ്മീൻ ഇതൊക്കെ മാങ്ങ ഇട്ടിട്ട് കറി വെച്ചാൽ അത് ഉഗ്രൻ ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ വെച്ചാൽ തേങ്ങ അരച്ച് ഉള്ള അയലക്കറിയാണ് മാങ്ങ ചേർത്തിട്ട്, ഇന്ന് മാങ്ങ ഇട്ടിട്ടാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എടുക്കുന്ന അയല, പിന്നെതാ മാങ്ങ ഇവിടെ ഉണ്ട്. കടയിൽ നിന്ന് ഒക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. പിന്നെ നമുക്ക് മുറിക്കൽ മാത്രമേ ഉള്ളൂ, പിന്നെ ഒക്കെ ഒന്ന് കഴുകിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് പൂച്ചയ്ക്കുള്ള തല അവിടെ മാറ്റി വെക്കണം. ഇപ്പോൾ കുറച്ച് വലിയ അയിലാണ്, ഇതിപ്പോൾ 1/2 കിലോ ഉണ്ട്. ഒക്കെ ഒന്ന് മുറിക്കുകയാണ് അമ്മയ്ക്ക് ഇങ്ങനെ കുറച്ച് മുറിച്ച് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയതാണ് കൂടുതലിഷ്ടം. എനിക്കങ്ങനെയല്ല കൂടുതലിഷ്ടം, കുറച്ചും കൂടി വലിപ്പത്തോടു കൂടിയുള്ളത് ആണ് ഇഷ്ടം. ഇത് പിന്നെ വറക്കാനുള്ളത് ഈ ഒരൊറ്റ മീനെ വറക്കെടുക്കുന്നുള്ളൂ. അത് 2 കഷ്ണം, ഉച്ചയ്ക്ക് എനിക്കും അമ്മയ്ക്കും ഓരോന്ന്. അപ്പോൾ അത് ഇവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ കറി വയ്ക്കുന്നതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത് ചേർക്കാണ്. പിന്നെ ഉപ്പ്, പിന്നെ വറക്കുന്നതിലേക്കും ഉപ്പ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ നമുക്ക് ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് വറക്കുന്നതിലേക്ക്. ഇത് കറി വയ്ക്കുന്നതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇനിയിപ്പോൾ നമ്മളൊരു ചെറിയൊരു മാങ്ങ ഇതാണ് എടുക്കുന്നത്. ഇത് ഈ തോലൊക്കെ ചെത്തി അത് നുറുക്കി നമ്മളെ കറി വയ്ക്കുന്നതിലേക്ക് ചേർക്കാനുള്ളതാണ്. പുളി ഉണ്ടാവേണ്ടതാണ്. എങ്ങനെയപ്പോൾ മാങ്ങ നുറുക്കാൻ എങ്ങനെയാണ് നല്ലത്? മാങ്ങ ചെറുതാക്കിയിട്ടരിയ, അതായിരിക്കും പിടിക്കുള്ളൂ. നമ്മൾ ഉപ്പിലിട്ടൊക്കെ നുറുക്കണ മതിയോ? നുന്നു നുറുക്കാൻ അരിയല്ലേ, അത് തുമ്മലിട്ടിട്ട്. അപ്പം ഇനിതാ മാങ്ങ തോലത്തിലൊക്കെ കഴുകി ഇനിതാ ഞാനുണ്ട്, അത് നുറുക്കലാണ് ഇനി വേണ്ടത്. ഈ ഒരു കഷ്ണം അമ്മയ്ക്കൊന്ന് കൊടുത്തു നോക്കാം. നല്ല പൊടിയുണ്ട്. അപ്പം ഇനി ഏതായാലും ചെറുതാക്കി നുറുക്കാം. നമ്മളിപ്പോൾ അച്ചാറിനൊക്കെ നുറുക്കുന്ന പോലെ തന്നെ കുറച്ചുകൂടി ചെറുതാക്കി നുറുക്കാം. എന്നാൽ പിന്നെ എളുപ്പത്തിൽ അതിൻ്റെ ആ പുളിയൊക്കെ ഒന്ന് ശരിക്കും പിടിക്കും, പെട്ടെന്ന് വേവാനൊക്കെ നല്ലതാണ്. ഇന്ന് മാങ്ങ ഇട്ടിട്ടാണ് നമ്മളെ മീൻ കറി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ തക്കാളി അതുപോലെ നമ്മൾ സാധാരണ ചേർക്കുന്ന പുളി അതും ചേർക്കാതെയാണ്. ഈ ഒരു മാങ്ങ മാത്രമാണ് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ഇതാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇത് അരക്കാളാണ് തേങ്ങ ചിരകിയത്. അത് നമ്മൾ ഒരു 2 ചെറിയ ഉള്ളി ചേർത്ത് അരച്ച് അതിൽ ചേർത്തു. അരച്ചതൊക്കെ നല്ലോണം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാണ് വേണ്ടത്. ഞാൻ സമയത്ത് നമുക്ക് ഈ ഒരു വറക്കാനുള്ളത് അതൊന്ന് തിരുമ്പി വയ്ക്കുകയാണ്, ആ മസാലകളൊക്കെ. മീൻകറി നല്ല പോലെ തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അമ്മ നോക്കട്ടെ. കഷ്ണം നോക്കി, ഭയങ്കര കഷ്ണം ഇല്ലേ? അപ്പോൾ നല്ല വെന്തു. ഇനി കറിവേപ്പില അത് ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് വറുത്തിടാണ് വേണ്ടത്. വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റി അതിൽ ചേർക്കണം. 3, 4, 5, 6, 7, 8, 9, 10, 11. ഇനിയിപ്പോൾ അടുത്തത് പപ്പടം കാച്ചലാണ്. അത് കഴിഞ്ഞിട്ടാണ് മീൻ വറക്കുന്നത്. അപ്പോഴും പിന്നെ ഒന്നിച്ചെന്നെ കാച്ചി വയ്ക്കും ഞങ്ങൾ. എന്നാൽ പിന്നെ എന്നും ഇങ്ങനെ കാച്ചണ്ടല്ലോ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് മീൻ വറക്കൽ 2 കഷ്ണമല്ലേ ഉള്ളൂ.
അപ്പോൾ ഒക്കെ രണ്ട് ഭാഗവും നന്നാക്കി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിവിടെ ആയി. അതൊക്കെ വീട്ടിൽ തന്നെയുണ്ട് മാങ്ങ. ആ മാങ്ങയുടെ കൂട്ടാൻ പറ്റിയ മീനൊക്കെ ഇട്ട നല്ല പൊടിയാണത്. മത്തി, അയില, ചെമ്മീൻ അതിലൊക്കെയാണ് മാങ്ങയിട്ട് വയ്ക്കുക. നല്ല രസമാണ്. ചെമ്മീൻ്റെ മാങ്ങി ചക്കക്കുരും കൂടി ഇട്ടിട്ടാണ് വയ്ക്കുക. ഊണ് കഴിക്കായി. അപ്പം അമ്മയ്ക്ക് ഇനി മീൻ കറി കൊടുക്കാം. പിന്നെ ഇതാ ഒരു വറുത്ത കഷ്ണം, വാൽ കഷ്ണമാണ്. പിന്നെ പപ്പടം കാച്ചിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഊണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.